കൃഷ്ണഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഭഗവാന്റെ ഓടക്കുഴലിന്റെ കഥ എന്നൊരു ലോങ് വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു ലോങ് വീഡിയോയുടെ താഴെ നമ്മുടെ ഒരു ഭക്തൻ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ചോദ്യമാണത്. അതായത് ഭഗവാന് എത്ര ഓടക്കുഴലുണ്ട് എന്നും ഭഗവാന്റെ ഏത് ഓടക്കുഴലാണ് രാധാദേവിക്ക് ഭഗവാൻ സമ്മാനമായിട്ട് കൊടുത്തത് എന്നും. അന്ന് എനിക്കതിന്റെ ഉത്തരം അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അതിന്റെ ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഭഗവാന് 3 തരത്തിലുള്ള ഓടക്കുഴലുണ്ട്. അതായത് വേണു, മുരളി, വംശി എന്നതാണ് ഈ 3 ഓടക്കുഴലിന്റെ പേര്. വേണു എന്നത് വളരെ ചെറിയ ഓടക്കുഴലാണ്. 6 ദ്വാരങ്ങളാണ് ഈ വേണുവിൽ ഉള്ളത്. ഈ ഒരു ഓടക്കുഴലിലൂടെയാണ് ഭഗവാൻ 4 വേദങ്ങൾ ഈ ഒരു പ്രപഞ്ചത്തിനായിട്ട് സമ്മാനിച്ചിരിക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് മുരളി. മുരളി എന്നത് 18 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഓടക്കുഴലാണ്. അത്യാവശ്യം സാമാന്യം നല്ല വലിപ്പമുള്ള ഓടക്കുഴലാണ്. ഈ ഒരു ഓടക്കുഴല് സംഗീതത്തെയാണ് അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. അതായത് ഭഗവാന്റെ ആ ഒരു ഗാനം, നല്ലൊരു ഗാനം പുറപ്പെടുവിപ്പിക്കുന്ന ഒരു ഓടക്കുഴലാണ്. മെയിൻലി ഒരു സംഗീതത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓടക്കുഴലാണ് മുരളി എന്ന് പറയുന്നത്. മുരളീധരൻ, നമുക്ക് പേര് തന്നെ ഉണ്ട് അല്ലേ. അതിനുശേഷമുള്ള ഒരു ഓടക്കുഴലാണ് വംശി എന്ന് പറയുന്നത്. വംശി എന്ന് പറയുന്നത് ഒരു ഭഗവാന്റെ മധുരമായ സംഗീതം പുറപ്പെടുവിപ്പിക്കുന്ന ഒരു ഓടക്കുഴലാണ്. 15 ഇഞ്ചാണ് ഇതിന്റെ വലിപ്പം എന്നതാണ് വിശ്വാസം. ഈ ഒരു ഓടക്കുഴലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ ഭഗവാൻ പുറപ്പെടുവിപ്പിക്കുന്ന ഈ ഒരു സംഗീതം എന്നത് ഈ ഒരു ത്രിലോകത്തിലെയും 4 ദിക്കിനെയും പ്രാപിക്കും എന്നതാണ് പറയുന്നത്. അതായത് 4 ദിക്കിലേക്ക്, 4 ഡയറക്ഷൻസിലേക്ക് ഭഗവാന്റെ ഈ ഒരു സംഗീതം എത്തുന്നതിലൂടെ വലിയ രീതിയിലുള്ള പ്രാപ്തികൾ, സ്വർഗപ്രാപ്തി പോലത്തെ വലിയ രീതിയിലുള്ള പ്രാപ്തികൾ നേടാനായിട്ട് സാധിക്കുമെന്നതാണ് ഒരു വിശ്വാസം. ഇനി രാധാദേവിക്ക് ഭഗവാൻ സമ്മാനിച്ച ഓടക്കുഴല് എന്നത് മുരളിയാണ് കേട്ടോ. മുരളി എന്ന ഓടക്കുഴലാണ് രാധാദേവിക്ക് ഭഗവാൻ സമ്മാനിച്ചത്. മധുരമായ സംഗീതം ഒഴുകുന്ന മുരളി ഓടക്കുഴലാണ് രാധാദേവിക്ക് ഭഗവാൻ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ചെറിയ രീതിയിലുള്ള റിസർച്ചിലൂടെ എൻ്റെ പരിമിതമായ അറിവ് വെച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിൽ കൂടുതലുള്ള അറിവ് നമ്മുടെ ഭക്തന്മാർ അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് മറ്റുള്ളവർക്കും കൂടെ അറിയാനായിട്ട് സഹായിക്കും. അപ്പോൾ ജയ ശ്രീകൃഷ്ണ, ഹരേ ഹരേ.